ഈശ്വരപ്രിയമുള്ളവരെ, തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് രീതിയിലാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്, മറ്റുള്ളവരിലൂടെ തിന്മയുടെ ശക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട്, നിങ്ങളെ മാനസികമായി മുറിപ്പെടുത്തിക്കൊണ്ട്, ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട്, നിങ്ങളെ അസ്വസ്ഥരാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട്, നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ പലതരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കും. പക്ഷേ ഇതൊരു തലമാണ്. ഇതിനെക്കുറിച്ച് നമുക്കറിയാം, മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് വരുന്ന സങ്കടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അതിന് സഹനം എന്നൊക്കെ നമ്മൾ വിളിക്കാം. പക്ഷെ ഒരു സമയത്തിനപ്പുറത്തേക്ക് തിന്മ അവിടെ നിർത്തുന്നില്ല. തിന്മയ്ക്ക് പിന്നെ വേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ പിന്നീട് ഇതായി മാറുന്നു. ഈ തിന്മ നിങ്ങൾ അനുഭവിച്ച അതേ തിന്മ ചെയ്യുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ തിന്മ നിങ്ങളുടെ വ്യക്തിപരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ അറിയാം, അശുദ്ധപാവ മേഖലയിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ജഡികാസക്തിയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ, അങ്ങനെ ഉണ്ടാകുന്നതിന് പുറകിലുള്ള ഒരു കാരണം പണ്ടെപ്പോഴെങ്കിലും ഒക്കെ അവർ അതുപോലൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഒരു മുറിവ് തന്നെയാണ് അവരെ പാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ സുഖപ്പെടുത്താത്ത മുറിവുകൾ പിശാചിന് തുറന്നിട്ടിരിക്കുന്ന വാതിൽ പോലെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണത്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന തിന്മ, ഇപ്പൊ എന്നെ കുറെ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാള്, എനിക്കറിയാം ഇയാൾ ഇന്ന രീതിയിൽ ടോർച്ചർ ചെയ്യുന്നറിയാം. അപ്പം എനിക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഒരാളെ ടോർച്ചർ ചെയ്യുക അല്ലേ എന്ന് എനിക്കൊരു കിട്ടുമ്പോൾ, ഞാൻ വേറെ ഒരാളോട് ഇടപഴകുമ്പോൾ എനിക്ക് അയാളെ ദേഷ്യം വരുമ്പം ഞാൻ ഇതേ രീതിയിൽ അയാളോട് പെരുമാറാൻ തുടങ്ങാം. അയാളെക്കുറിച്ച് കുറ്റം പറയാനും, അയാളെ മാനസികമായിട്ട് തളർത്താനും, അയാളെ മുറിവേൽപ്പിക്കാനും ഞാൻ ഓട്ടോമാറ്റിക്കലി ശ്രമിക്കുകയാണ്. കാരണം നമ്മുടെ ബ്രെയിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യണം. നമ്മളൊരാളിൽ നിന്നും അനുഭവിക്കുന്ന ടോർച്ചറുകളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മനസ്സിലിത് നമ്മളാണ് വിഷമിക്കുന്നതെന്ന് അറിയാം, എങ്കിൽ തന്നെ നമ്മളിങ്ങനെ അതിനെ ഒരു ചിന്തയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നമ്മളറിയാതെ ഒരു തിന്മയുടെ വക്താവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. തിന്മയെ നമ്മൾ ജയിക്കേണ്ടത്, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് അകന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കാം, നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തിന്മയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഈ തിന്മ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ ഇരുട്ടിലേക്ക് പോകും. നിങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് നിറയും, തിന്മ നിറയും. പിന്നെ നിങ്ങളൊരു അന്ധതയിലേക്ക് പോകും. നിങ്ങൾക്ക് ദൈവത്തിനെ സ്വയം നഷ്ടപ്പെടും. ഇപ്പം പാരമ്പര്യമായിട്ട് പാപാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അതായത് ഒരു പാപം നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ആ പാപം നിങ്ങളിൽ നിർത്തുന്നില്ല, അടുത്ത തലമുറയിലേക്ക് പോകുന്നു. നിങ്ങളുടെ പാരമ്പര്യത്തിന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്കുള്ള എല്ലാ സംഗതികളെയും മേലെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ പിശാചിനറിയാം, നിങ്ങളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ കിട്ടുന്നു, നിങ്ങളുടെ സമ്പത്തിനെ കിട്ടുന്നു, നിങ്ങളുടെ ഭൗതിക മേഖല കിട്ടുന്നു, നിങ്ങളുടെ ആത്മീയ മേഖല കിട്ടുന്നു, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും കിട്ടുന്നു. ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പിശാചിന് അറിയാവുന്നത് കൊണ്ടാണ് പിശാച് തിന്മ ഓരോ മനുഷ്യന്റെയും പുറകെ നടന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ സഹിക്കുന്നിടത്തോളം നല്ല രീതിയിൽ അതിനെ സഹിക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ, അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലാണ് അത് നിൽക്കുന്നതെങ്കിൽ അത് നമ്മളെ തിന്മയായിട്ട് മാറുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ അത് തിന്മയായിട്ട് മാറുകയാണ്. നമ്മളും അതുപോലെ ആയിത്തീരുകയാണ്. അങ്ങനെ പിശാച് നമ്മൾ ഉപദ്രവിക്കാൻ കൊണ്ടുവന്ന ആയുധം ഉപയോഗിച്ച് തന്നെ നമ്മളെ കീഴ്പ്പെടുത്തുകയും നമ്മളെ പതുക്കെ പിശാചിന്റെ സൈന്യത്തിൽ ചേരാൻ തുടങ്ങുകയും ചെയ്യുവാണ്. പിശാചിന്റെ സൈന്യത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ, പിശാചിന്റെ ആളെ കൂട്ടാനുള്ള ആഗ്രഹമുള്ള ആളാണ് പിശാച്. അപ്പൊ പിശാച് എന്ത് ചെയ്യുന്നു? നിങ്ങളെ ആദ്യം മുറിപ്പെടുത്തുന്നു, നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു, നിങ്ങൾ ഉപദ്രവിക്കുന്നു. എന്നിട്ട് നിങ്ങളെയും ഇതൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങളെയും ഇതുപോലെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. സോ തിന്മ ജയിക്കുന്ന സമയങ്ങളുണ്ട്, അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല. തിന്മ പലപ്പോഴും ജയിക്കുന്നുണ്ട്. അത് മനുഷ്യന്മാർ അതിന് സഹകരിക്കുന്നു, അതിനോട് സഹകരിക്കുമ്പോൾ തിന്മ ചെയ്യുന്നു. പക്ഷെ നമ്മളിലൂടെ, നമ്മളിത് കേൾക്കുന്നങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവത്തറിയാവുന്ന നിങ്ങളിലൂടെ തിന്മ ജയിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാളെ തിരിച്ച് മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടല്ല നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുക. കർത്താവ് അങ്ങനെയല്ല നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുക. മറിച്ച് നിങ്ങൾ അയാളെ വിട്ടുകളയുക, അല്ലെങ്കിൽ അയാളുമായിട്ട് അകന്നിരിക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ കാര്യമായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അല്ലെങ്കിൽ പതുക്കെ ഇതെല്ലാം നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കുകയും നിങ്ങളും പതുക്കെ ഒരു തിന്മയുടെ വക്താവായിട്ട് മാറുകയും ചെയ്യും. സോ ദൈവം നമ്മുടെ ആത്മാവുകളെ കൊതിയോടെ ഉറ്റുനോക്കുന്നുണ്ട്. പിശാചിലൂടെ നമുക്ക് വരുന്ന ഇത്തരം ഉപദ്രവങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. പിശാചിന് ഒരാളെ അവന്റെ ആളായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നഷ്ടങ്ങളാണ്, എന്തുമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് നടത്താൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ മേഖലയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പിശാചിന്റെ കയ്യിൽ അകപ്പെടാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ഉപദ്രവമായിട്ട് വരുന്നത്
നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് ഈ അടുത്താണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയത്. ദൈവം പറഞ്ഞ വചനത്തിൽ പറയുന്നുണ്ട്, തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കരുതെന്ന്. നന്മ കൊണ്ട് കീഴടക്കണമെന്ന് പറയുന്നുണ്ട്. നന്മ കൊണ്ട് കീഴടക്കണം എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പിന്നെയും പിന്നെയും അവരോട് നന്മ കാണിക്കുക എന്നല്ല, എന്നായിരിക്കണമെന്നില്ല. അത് ഒരു സ്റ്റേജാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അവോയ്ഡ് ചെയ്യാനും ഇഗ്നോർ ചെയ്യാനും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ എടുക്കാതിരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ നിങ്ങൾക്ക് തടയാം. ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം ഉണ്ടായൊരു വിഷനാണ് കേട്ടോ. യുദ്ധങ്ങൾ നീ തുടങ്ങരുത്, നീയായിട്ട് യുദ്ധങ്ങൾ തുടങ്ങരുത്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന വെട്ടിനെ തടയാനുള്ള അവകാശം നിനക്കുണ്ട്. അതുകൊണ്ട് നീ ആയുധം എടുക്കണം. എന്നോട് പറയാം, യുദ്ധങ്ങൾ നീ തുടങ്ങരുത്. നീയായിട്ട് ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കുകയോ അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിന്നോട് ഇങ്ങോട്ട് വരുന്ന വെട്ടുകളുണ്ട്. ഒരാൾ നിങ്ങളെ വാള് വെച്ച് വെട്ടാൻ വരികയെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരും അവരൊക്കെയുണ്ട്. അവരോട് നീ പൊരുതില്ല എന്ന് തീരുമാനിക്കുന്നത് വിവരക്കേടാണ്. കാരണം അതൊരു ധാർമ്മികതയല്ല. യുദ്ധം എന്തായാലും പൊരുതിയേ പറ്റൂ. യുദ്ധഭൂമിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ യുദ്ധം പൊരുതിയേ പറ്റും. അപ്പോൾ ഒരാൾ നിങ്ങളെ വെട്ടാൻ വേണ്ടി ആയുധം ഉപയോഗിക്കുന്നു. നിങ്ങളിതിന് മുമ്പൊക്കെ പറഞ്ഞ് പ്രശ്നമൊന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, നടന്നിട്ടില്ല. പക്ഷെ എന്നാലും അയാൾ വെട്ടാൻ തന്നെ തീരുമാനിക്കുകയാണ്. അയാൾ വെട്ടുമ്പോൾ നിങ്ങൾ ആയുധം എടുക്കില്ല എന്നുള്ളത് വിവരമില്ലായ്മയാണ്, വിവേകമില്ലായ്മയാണ്. നിങ്ങൾ ആയുധം എടുക്കണം, മറ്റേ ആളെ തിരിച്ച് വെട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വെട്ടുകളെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ശക്തരാവണം. നിങ്ങൾ ശക്തരായിക്കൊണ്ടാണ് തിന്മയെ തോൽപ്പിക്കേണ്ടത്. ഒരാൾ നിങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ അയാളെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അയാൾ അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടാണ് അതിനത് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രോങ് ആവാണ്, നിങ്ങളതിനെ തടയുവാണ്. ആ ഒരു അയാളിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവത്തെ തടയുവാണ്. നോ പറയേണ്ടടുത്തേക്ക് നോ പറയുവാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ, അതായത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കാര്യത്തിന് നിങ്ങൾ അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം പാപത്തിനെ നിങ്ങൾക്ക് തടയാൻ അവകാശമുണ്ട്. അവിടെ നിങ്ങൾ ഇല്ല ഇത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്നതിനടുത്ത് അതുകൊണ്ട് അവിടെ ആരുടെയെങ്കിലും ആത്മാവിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ചോളൂ. പക്ഷേ അങ്ങനെ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ വെറുതെ സഹിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല, അതങ്ങനെയല്ല, ഇതെൻ്റെ അവകാശം, ഇതാണ്, ഇതെനിക്ക് ചെയ്യേണ്ട കാര്യമാണ്, ഇപ്പോൾ ഇത്രയും ഈ ഒരു സ്വത്ത് ഞാൻ ഇന്ന ആൾക്കാണ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ സമ്പാദിച്ച പണമാണ്, എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇത് എൻ്റെ ജോലി കിട്ടിയ സാലറിയാണ്, ഇത് എന്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, എവിടെ പഠിക്കണമെന്ന് എനിക്കറിയാം, എനിക്കറിയാം പല കാര്യങ്ങളും. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊള്ളുന്നതോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതോ ഒക്കെ അഹങ്കാരമല്ല. അത് നമ്മൾ ഈ വരുന്ന വെട്ടുകളെ തടയുന്നതാണ്. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണ്ടെന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വിവേകപരമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പം ഞാനിതിരെ പറയുന്നുള്ളൂ, നിങ്ങൾ വെട്ടുകളെ തടയാൻ വേണ്ടി ആയുധമെടുക്കാം. ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയല്ല, നിങ്ങൾ മോശം വാക്കുകൾ കൊണ്ട് പറഞ്ഞു, മോശം പ്രവർത്തികൾ കൊണ്ട് പറഞ്ഞുമല്ല. നിങ്ങൾക്ക് സർവൈവൽ ചെയ്യണമെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. എന്നോട് ദൈവം പ്രചോദിപ്പിച്ചൊരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുടെ ഉപദ്രവങ്ങളുണ്ട്. അപ്പം ഇത്രയും നാൾ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് ഇപ്പം എന്നെ മെൻ്റലി ഞാൻ സ്റ്റേബിളാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഞാൻ സ്പിരിച്വലി ഇത്രയും നാളത്തെ ഒരു ജേണി ഉണ്ട്. അതുകൊണ്ട് ദൈവം ഇപ്പം എന്നോട് പറയുന്നത്, എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം വെച്ച് തന്നിട്ട്, എൻ്റെ കയ്യിൽ ആയുധം വെച്ച് തന്നിട്ട് നീ പറയുവാണ്, ഇന്ന് നീ നിന്നെ നോക്കിക്കോണം. ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഫലം പുറപ്പെടുവിക്കേണ്ട സമയമായി എന്ന് പറയില്ല, ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിനക്കറിയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇനി നീ നിന്നെ നോക്കിക്കോണം. നോ പറഞ്ഞെടുത്ത് നോ പറയണം, ശക്തമായിട്ട് നിലകൊള്ളിടത്ത് ശക്തമായി നിലകൊള്ളണം. മോശവാക്കുകൾ ഉപയോഗിച്ചിട്ടോ മോശം തരംതാണ പ്രവർത്തികൾ ചെയ്തിട്ടോ അല്ല നീ ഇങ്ങോട്ടും നിന്നെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. മറിച്ച് നീ നീയായി നിന്നുകൊണ്ടും ഞാൻ പഠിപ്പിച്ചു തന്ന നീതി, ദൈവം നിനക്ക് പഠിപ്പിച്ചു തന്ന നീതി, ദൈവം നിനക്ക് പഠിപ്പിച്ചു തന്ന നിലവാരമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന നമുക്കൊരു നിലവാരമുണ്ട്. ആ ഒരു നിലവാരം, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. അല്ലെങ്കിൽ ദൈവം പഠിപ്പിച്ചു തന്ന അതേ പ്രത്യയശാസ്ത്രങ്ങൾ, അതിൻ്റെ ഒരു തിന്മയും അതിൽ ഉൾപ്പെടുത്താതെ ദൈവം പറഞ്ഞതുപോലെ ദൈവം നീതി പ്രവർത്തിക്കുക. നീതിക്ക് വേണ്ടി നീ ആയുധമെടുക്കുക. നീ പറയേണ്ടടുത്ത് സംസാരിക്കുക, പോകേണ്ടടുത്ത് ഇറങ്ങി പോവുക, നിലകൊള്ളേണ്ടടുത്ത് നിലകൊള്ളുക.
നിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കുക, ഇതൊന്നും എന്നെ തെറ്റാ അല്ല എന്ന് എന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയ ഒരു കാലഘട്ടമാണിത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വെട്ടുകളെ തടഞ്ഞില്ല എങ്കിൽ ആ വെട്ട് നിങ്ങളും കൊള്ളും, നിങ്ങളുടെ മക്കളും കൊള്ളും, നിങ്ങളുടെ അടുത്ത തലമുറയും കൊള്ളും. അത് നിങ്ങളെ പല രീതിയിൽ ഉപദ്രവിച്ചേക്കാം. നിങ്ങൾ ഒരാൾ സ്വത്തിന് വേണ്ടി ബുദ്ധിമുട്ടിപ്പിക്കുന്നു, നിങ്ങൾ എന്നാൽ പിന്നെ വഴക്ക് വേണ്ടെന്ന് കരുതി നിങ്ങളത് എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു, നിങ്ങളുടെ മക്കൾക്ക് നഷ്ടം ഉണ്ടാകുന്നു അല്ലേ. സോ ഇതുപോലുള്ള കാര്യങ്ങളിൽ വിവേകപൂർണമായിട്ട് ഇടപെടണം എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലും സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്, തീരുമാനങ്ങൾ എടുക്കേണ്ട കാലഘട്ടമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ മനസ്സിലാവണില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അവിടെ നമ്മൾ വേണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ. അങ്ങനെ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് വെട്ടുകളെ തടയാൻ തന്നെയാണ്. ഞാൻ അതിനു വേണ്ടി ശക്തയാകേണ്ടതുണ്ട്. ഞാൻ തിന്മ കൊണ്ടല്ല തടയുന്നത്, ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു. ആ ശക്തി കൊണ്ടാണ്. പിന്നെ ഇത്രയും നാൾ ദൈവം എന്നെ പരിശീലിപ്പിച്ചു. നമ്മൾ ഇത്രയും നാൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, എങ്ങനെയാണ് ജീവിക്കേണ്ടത് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ, സ്വയം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, എനിക്ക് സാധിക്കട്ടെ. ആമേൻ.